വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തെ ഡോക്ടർ ശശി തരൂർ എം പി നയിക്കുന്നത് ഹൈക്കമാൻഡിന്റെ അനുമതിയില്ലാതെ എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. അതേസമയം തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് ലോക്സഭാംഗം മനീഷ് തിവാരി രംഗത്തെത്തി. ശശി തരൂർ പാർട്ടിയുടെ അനുമതി തേടണമായിരുന്നു എന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ 24-നോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള MP-മാരുടെ സംഘത്തിലേക്ക് തന്നെ ക്ഷണിച്ച വിവരം പാർട്ടി അറിയിച്ചിരുന്നുവെന്നാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. എന്നാൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചപ്പോൾ ഹൈക്കമാൻഡിനോട് അനുവാദം വാങ്ങാതെയാണ് തരൂർ സമ്മതം നൽകിയതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സംഘത്തിലേക്ക് 4 പേരുടെ പേരുകൾ നിർദ്ദേശിക്കാനായിരുന്നു കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോൺഗ്രസ് നൽകിയ പേരുകളിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയെ മാത്രമാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ടിയോട് അനുവാദം വാങ്ങാതെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച ശശി തരൂരിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുകയാണ്. പാർട്ടിയേക്കാൾ ഒരു വ്യക്തിയും വലുതല്ലെന്ന് PJ കുര്യൻ. ആ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ശശി തരൂരിൻ്റെ കടമയായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിയോട് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് പറയണം. കാരണം ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ MP ആണ്. അനുവാദം ചോദിച്ചിരുന്ന തീർച്ചയായും അനുവാദം കൊടുത്തതിന് തരൂരിന് വീഴ്ച സംഭവിച്ചു. ആ കാര്യത്തിലാണ് വീഴ്ച സംഭവിച്ചത്. സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതിനെ മനീഷ് തിവാരി ന്യായീകരിച്ചു. കോൺഗ്രസ് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് കിഷോർ കുമാറിന്റെ ഗാനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു വിശദീകരണം. MP-മാരുടെ സംഘത്തിൽ ആര് പോകണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞു. സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ യൂസഫ് പത്താനെ വിടുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. 24 ഡൽഹി.